നമസ്കാരം. ലൈറ്റ് ബോർഡ് വെച്ചുള്ള എൻ്റെ ആദ്യത്തെ ക്ലാസ്സാണിത്. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻസ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് നോക്കാം. Q സൈഡ് പ്ലസ് ഓർ മൈനസ് NE എന്ന ഇക്വേഷൻ നമ്മൾ ആദ്യം പഠിച്ചു. ക്വാണ്ടിസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. പിന്നെ കൂളം ഫോഴ്സ് F is equal to 1/4πε0 Q1 Q2 by R square. പിന്നെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി E is equal to 1/4πε0 Q by R square. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സ് F is equal to QE എന്ന ഇക്വേഷൻ പഠിച്ചു. Flux phi is equal to integral E dot dx. P dipole moment P is equal to Q into 2A. Torque acting on a dipole kept in uniform electric field T is equal to P cross E. ഇത്ര നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. ഇന്ന് ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഗോസ് ലോ എന്ന ഒരു നിയമവും അതിൻ്റെ പ്രൂഫ്, അതിൻ്റെ 3 ആപ്ലിക്കേഷൻസുമാണ് ഈ ടോപ്പിക്കിലുള്ളത്. ഗോസ് ലോ ഇലക്ട്രിക് ചാർജിൻ്റെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെയും ഇലക്ട്രോമാഗ്നറ്റിസത്തിൻ്റെയും സ്റ്റഡിയിൽ വളരെ നിർണായകമായ ഒരു വഴിത്തിരിവായിരുന്നു ഈ ഗോസ് ലോ. ഇലക്ട്രിക് ചാർജ് എവിടെ ഉണ്ടോ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇലക്ട്രിക് ചാർജ് അവിടെ കാണും. നേരത്തെ പഠിച്ചതാണ്. ഈ ഇക്വേഷൻ നമുക്ക് വളരെ അത്യാവശ്യം വേണ്ടിയാണ്. ഫ്ലക്സ് ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഞാൻ ഒരു സർഫസ്, ക്ലോസ്ഡ് സർഫസ് എടുക്കുകയാണ്. സ്പെറിക്കൽ സർഫസ്. ഒരു ചാർജ് പ്ലസ് ക്യൂ ഇവിടെ ഞാൻ വെച്ചു. ചാർജ് പ്ലസ് ക്യൂ. The radius capital R. Capital R is the radius of this spherical surface. ഇവിടെ ഒരു ചെറിയ ഏരിയ, സ്മോൾ ഏരിയ ഇൻ ദിസ് റീജിയൻ, സ്മോൾ ഏരിയ. Normal to this area is ds. Electric field also towards in this direction E. ds E. ഞാൻ ഈ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. ടോട്ടൽ ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്, ഓർ ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് മാറും. കാര്യം രണ്ടും ഡി എസും ഇയും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ ഇത് നമുക്ക് ഇ ഡി എസ് കോസ് തീറ്റ എന്നാണ് വരുന്നത്. തീറ്റ 0 ആയതുകൊണ്ട് ഇ ഡി എസ് തന്നെ വരും. ഇൻ്റഗ്രൽ ഡി എസ് ഓർ ഫൈ ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഡ്യൂ ടു പോയിന്റ് ചാർജ് പഠിച്ചതാണ്. ഈസ് ഈക്വൽ ടു 1/4πε0 Q by R square. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. 1/4πε0 Q by ക്യാപിറ്റൽ ആർ സ്ക്വയർ. ആ ഡിസ്റ്റൻസ് ഇവിടെ തന്നെ എടുക്കുന്ന നമ്മൾ ക്യാപിറ്റൽ ആർ സ്ക്വയർ ദാറ്റ് പോയിന്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസ് സർഫസ് ഏരിയ ഓഫ് ദി സ്ഫിയർ 4πr സ്ക്വയർ. 4πr സ്ക്വയർ. ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമുക്ക് 4π ആൻഡ് 4π ക്യാൻസൽ ചെയ്യാം. ആർ സ്ക്വയർ ആൻഡ് ആർ സ്ക്വയർ ക്യാൻസൽ ചെയ്യാം. ദിസ് ആൻസർ ഈസ് ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ക്യൂ ബൈ എപ്സിലോൺ 0. ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ആൻ എൻക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ദിസ് ഈസ് ഗോസ് ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ലോയാണ്. നമ്മൾ ഏത് പ്ലസ് 2 പരീക്ഷയിൽ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഗോസ് ലോയും അതിൻ്റെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കാണും. അപ്പോൾ ഇതാണ് ആ തിയറം. ടോട്ടൽ ഫ്ലക്സ് എൻക്ലോസ്ഡ് ബൈ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ഇറ്റ്. ഇവിടെ നമ്മൾ ഒരു ചാർജിന് ചുറ്റും ഒരു ക്ലോസ്ഡ് സർഫസ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് വി കനോട്ട് പുട്ട് ഇൻ ടു ദി സർഫസ് ഓർ away from the surface without breaking the surface.
ക്ലോസ്ഡ് സർഫസ് ആണ്. ആ സർഫസ് തുളയ്ക്കാതെ അകത്തേക്ക് കയറാനും പറ്റത്തില്ല, പുറത്തേക്ക് പോകാനും പറ്റത്തില്ല. ഒരു ഗോഷ്യൻ സർഫസ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഗോഷ്യൻ സർഫസ് എന്ന് പറഞ്ഞാൽ ഇമാജിനറിയാണ്. ഒരു ചാർജിന് ചുറ്റുമുള്ള ഒരു ഇമാജിനറി സർഫസാണ് ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ തിയറം പറയാൻ പോവാണ്. ടോട്ടൽ ഫ്ലക്സ് ഓവർ എനി ക്ലോസ്ഡ് സർഫസ് is equal to 1/epsilon 0 times total charge enclosed by it. അതിനകത്തുള്ള ചാർജ് എത്ര ആണോ ദാറ്റ് ചാർജ് ഡിവൈഡ് ബൈ എപ്സിലോൺ 0 ആയിരിക്കും ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലക്സുമായിട്ട് ബന്ധമുണ്ട്, അതിൻ്റെ ഈ ചാർജ് ഗോഷ്യൻ സർഫസിലുള്ള ചാർജുമായിട്ടും അതിന് ബന്ധമുണ്ട്. ഫ്ലക്സ് ഈസ് ഈക്വൽ ടു Q/epsilon 0. നമ്മളിതൊരു പ്ലാസ്മ ഗ്ലോബാണ്. പ്ലാസ്മ ഗ്ലോബ് അത് പോസിറ്റീവ് ചാർജാണ് സെൻറ്ററിൽ, സൈഡിലേക്കെല്ലാം ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് നമ്മളിപ്പോൾ എർത്ത് ചെയ്യുവാണെങ്കിൽ ആ ഒരു പോയിന്റിലേക്ക് മാത്രം അത് ഫോക്കസ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ട് ഡിസ്ചാർജിങ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ് ഇത് കണക്കുന്നത്. ഇതിനകത്ത് നമ്മൾ നിയോൺ ഗ്യാസോ ആർഗോൺ ഗ്യാസോ ആണ് ഫില്ല് ചെയ്തിട്ടുള്ളത്. അതുവഴിയാണ് ഡിസ്ചാർജ് എർത്തിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതുവഴി ഈ ഒരു ക്ലോസ്ഡ് സർഫസിൽ കൂടെ പുറത്തേക്ക് പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് എല്ലാം സെയിം ആയിരിക്കും. ഇതിൻ്റെ മുകളിൽ ഞാൻ വേറൊരു വലിയ സ്പിയർ എടുക്കുവാണെങ്കിലും അതുവഴി പുറത്തേക്ക് പോകുന്ന ഈ ചെറിയ സ്പിയറിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് തന്നെ ആയിരിക്കും ഈ വലിയ സ്പിയറിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതിനകത്തുള്ള ചാർജിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. Q/epsilon 0. എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. നമ്മൾ കൂളംസിൽ പഠിച്ചപ്പോൾ അത് പറഞ്ഞതാണ്. അപ്പം അത് ചാർജിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒത്തിരി ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇത് പ്രൂഫായിട്ട് ചോദിക്കുവാണെങ്കിൽ ഇതാണ് അതിൻ്റെ പ്രൂഫായിട്ട് എഴുതി വെച്ചാൽ മതി. ഒരു പോയിന്റ് ചാർജാണ്, അതിന് ചുറ്റും ഒരു ഗോഷ്യൻ സർഫസ്, സ്പെറിക്കൽ ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യുന്നു. ഒരു സ്മോൾ ഏരിയ DS, അതിൻ്റെ സർഫസിൽ ഒരു സ്പെറിക്കൽ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. റേഡിയസ് R ആണ്. ടോട്ടൽ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ E.ds ആണ്. ഫ്ലക്സ് ഈക്വൽസ് E ഇൻറ്റു ഇൻറ്റഗ്രൽ DS. ഡോട്ട് മാറും, കാര്യം തീറ്റ ആണ്ട് ഒരേ ഡയറക്ഷൻ ആണ്ട് തീറ്റ 0 ആണ്, cos 0 1 ആണ്. ഫൈ ഇസ് ഈക്വൽ ടു 1/4π/epsilon 0 Q/r². നമുക്ക് ഇവിടുന്ന് കിട്ടിയ ഇക്വേഷനാണത്. ഇൻറ്റു സർഫസ് ഏരിയ ഓഫ് ദി സ്പെറിക്കൽ സർഫസ് 4πr². 4π r² ക്യാൻസൽ ചെയ്യും, ബാക്കി ഫൈ ഇസ് ഈക്വൽ ടു Q/epsilon 0. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗോസ് ലോയുടെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു സ്മോൾ സ്പിയറും ഒരു ലാർജ് സ്പിയറും. സ്മോൾ സ്പിയറിന് റേഡിയസ് R1, ലാർജ് സ്പിയറിന് റേഡിയസ് R2, സെൻട്രൽ ചാർജ് Q. ഇതിൽ സ്മോൾ സ്പിയറിൻ്റെയും ലാർജ് സ്പിയറിൻ്റെയും ടോട്ടൽ ഫ്ലക്സ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സ്മോൾ സ്പിയർ ആണെങ്കിൽ ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു Q/epsilon 0. ആ സെൻട്രലുള്ള ചാർജിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ലാർജ് സ്പിയർ ആണെങ്കിലും അതിൻ്റെ ടോട്ടൽ ഫ്ലക്സ് സെയിം തന്നെ ആയിരിക്കും, Q/epsilon 0. അപ്പോൾ സ്മോൾ സ്പിയറിൻ്റെ ഇപ്പം വേറെ കോൺസെൻട്രിക് സ്പിയേഴ്സ് എത്ര വരച്ചാലും അതിൻ്റെ എല്ലാം ടോട്ടൽ ഫ്ലക്സ് സെയിം ആയിട്ട് തന്നെ കിട്ടും, Q/epsilon 0. വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഒരു ഗോഷ്യൻ സ്പെറിക്കൽ സർഫസ് 2 ചാർജ് വെച്ചിരിക്കുന്നു. ഒന്ന് +Q ചാർജ്, ഒന്ന് -Q ചാർജ്. ടോട്ടൽ ഫ്ലക്സ് ചോദിക്കാറുണ്ട്. ഇവിടെ നമ്മൾ ചാർജിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസിൽ ആദ്യം പഠിച്ച അഡിറ്റിവിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ് പഠിച്ചതാണ്. അപ്പോൾ ടോട്ടൽ ചാർജ് ഇൻസൈഡ് ദിസ് ഗോഷ്യൻ സർഫസ് +Q -Q 0 ആയി മാറും. അപ്പോൾ ഇവിടെ ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി ഗോഷ്യൻ സർഫസ് ഇവിടെ 0 ആണ്. അവിടെ 0 കിട്ടിയേക്കുന്നത്. വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അവിടെ ഹെമിസ്ഫിയർ ആയി വരച്ചേക്കുന്നത്. സെൻട്രൽ ചാർജ് Q, അതിൻ്റെ റേഡിയസ് നമുക്ക് കൊടുക്കാം R. ഇതിൻ്റെ ഫ്ലക്സ് ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫുൾ സ്പെറിക്കൽ സർഫസ് ആണെങ്കിൽ ഫൈ ഈസ് ഈക്വൽ ടു Q/epsilon 0 ആണ്. അതിൻ്റെ ഹാഫേ ഉള്ളൂ, ഹെമിസ്ഫിയർ ആണ്. അപ്പോൾ 1Q/2epsilon 0 നമുക്ക് ടോട്ടൽ ഫ്ലക്സ് കിട്ടും, Q/2epsilon 0. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്.
അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗോസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പ്രൂഫും ചോദിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ചെറിയ ചെറിയ ആപ്ലിക്കേഷൻ പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ ലൈറ്റ് ബോർഡ് വെച്ചാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം എന്ന് പറയുന്നു. ഓക്കെ, താങ്ക് യു. അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. നന്ദി. ഗോസ് തിയറത്തിൻ്റെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷനാണിത്. ഒരു പോസിറ്റീവ് ചാർജ് സെൻട്രൽ വെച്ചിരിക്കുന്നു. അതിൻ്റെ കോൺസെൻട്രിക് സ്പിയേഴ്സ് ഗ്രീൻ സർക്കിൾസ് ശ്രദ്ധിക്കുക. കോൺസെൻട്രിക് സ്പിയേഴ്സ് ആയിട്ട് വരുന്നു. ആ പോസിറ്റീവ് ചാർജിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ആ ചെറിയ സ്പിയറിൽ ഉള്ളതിനാണ് അതിനടുത്ത സ്പിയറിലേക്കിടും. അപ്പോൾ ലാർജർ സ്പിയറിലേക്ക് വരുംതോറും ദ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിങ് ത്രൂ എ ഗിവൺ ഏരിയ അതിവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നു. അപ്പോൾ അവിടെ 1, 2, 3, 4, 5, 6 സർക്കിൾസാണ് വെച്ചിട്ടുള്ളത്. സ്പിയേഴ്സാണത്. എല്ലാത്തിനും ഒരേ ഫ്ലക്സ് ആയിരിക്കും. വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ശ്രദ്ധിക്കുക. Gauss law. This law states that total electric flux over a closed surface is 1 by epsilon 0 times the total charge enclosed by the surface. If S is a closed surface and Q is the total charge enclosed by it, then Gauss law may be expressed as phi is equal to integral E dot ds is equal to Q by epsilon 0. Any surface we choose to calculate the flux over it is called a Gaussian surface. The proof ശ്രദ്ധിക്കുക. ക്യാപിറ്റൽ ക്യൂ ചാർജ് അതിന് ചുറ്റും ഒരു ഇമാജിനറി സ്പെറിക്കൽ സർഫസ്, അതാ ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത്. ആ ഡോട്ടൽ ലൈൻ നമ്മൾ കാണിച്ചിരിക്കുകയാണ്. ഇവിടെ ചെറിയ ഏരിയ DS എടുക്കുന്നു. R റേഡിയസ് ആണ്. പോയിന്റ് P അവിടുത്തെ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ പോവാണ്. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P ഈസ് ഗിവൺ ബൈ EP is equal to 1 by 4 pi epsilon 0 Q by R square. We choose a spherical Gaussian surface of radius capital R with the center O. Now consider a small element of area DS. The total flux over the spherical Gaussian surface phi is equal to integral E dot ds equals E into integral ds. അവിടെ ഇലക്ട്രിക് ഫീൽഡും നോർമൽ ടു സർഫസും ഒരേ ഡയറക്ഷനിലായതുകൊണ്ടാണ് θ0 ആണ് ഈ ds. ഇക്ക് പകരം 1 by 4 pi epsilon 0 Q by R square. ഇൻ്റഗ്രൽ dsന് പകരം 4 pi R square സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 4 pi R squareും 4 pi R squareും ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് കിട്ടുന്ന phi is equal to Q by epsilon 0 which is Gauss law in electrostatics. Note ശ്രദ്ധിക്കുക. The electric flux is independent of the size of the sphere or a Gaussian surface. This theorem or law is valid for stationary charge as well as for rapidly moving charge. On the other hand, Coulomb's law holds good only for stationary charges. Its basic form is flux is equal to field into total area. നോട്ട് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.